ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ഫ്ലാഷ് വ്ളോഗ്. കുറേ നാളായി ഗൈസ് കണ്ടിട്ട്. ഷാജ് പോയതിന് ശേഷം എനിക്ക് തോന്നുന്നു ഞാൻ വേറെ വ്ളോഗായിട്ട് വന്നില്ല എന്ന് തോന്നുന്നു. അപ്പം ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് വ്ളോഗാണ് ഗൈസ്. അപ്പം ഫ്രണ്ട് ചിലപ്പോൾ വരും കാണാനായിട്ട്. US-ലുള്ള ഫ്രണ്ടാണ്. അപ്പം അവിടെ നാളെ എന്തോ പോവുകയാണ്. അപ്പോൾ ഇതൊരിക്കലും കാണാൻ പറ്റിയില്ല. ഞാൻ അറിഞ്ഞ പോലും ഇല്ല. സത്യം പറഞ്ഞാൽ ഞാൻ സ്റ്റോറി ഒന്നും നോക്കാറില്ല ഇപ്പം. അപ്പം അതിൻ്റെ ഒരു ചെറിയ പ്രശ്നമാണ്. ഇപ്പോൾ നേരത്തെ ഉറങ്ങും ഞാൻ ഇപ്പം. അതുകൊണ്ട് കുറച്ചൊക്കെ ഒന്ന് നമ്മളെന്താ പറയുമല്ലോ റുട്ടീനിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ കഫിക്കാനയിലാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത്. അവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് മെനു ഉണ്ട്. ഞാൻ അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ വിചാരിച്ചു ഇന്ന് ഒന്ന് അത് ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ചു. മാത്രമല്ല ഇനിയിപ്പോൾ രാവിലെ എണീക്കുന്നതുകൊണ്ട് ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സീരീസ് നമുക്ക് തുടങ്ങാൻ കഴിയും. എവിടെയൊക്കെ എൻ്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എവിടെയൊക്കെയാണ് അവിടെയൊക്കെ പോയി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതായിരിക്കും. സോ ഇന്നത്തെ ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഫിക്കാനയാണ്. സോ ലെറ്റ് സി. എൻ്റെ ഫ്രണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ വ്ളോഗിൽ വരാൻ താല്പര്യം ഉണ്ടോ എന്നുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ആരെയും നിർബന്ധിച്ച് ഞാൻ വ്ളോഗിൽ കയറ്റാറില്ല ഗൈസ്. ആഗ്രഹമുള്ളവരെയും താല്പര്യമുള്ളവരെയും മാത്രമേ ഞാൻ വ്ളോഗിൽ കാണിക്കാറുള്ളൂ. സോ ലെറ്റ് സി. അങ്ങനെയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇല്ലെങ്കിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് തിന്നുന്നത് നിങ്ങൾ കാണും. ഓക്കെ, അപ്പോൾ ശരി ഗൈസ്, ബൈ. അങ്ങനെ ഗൈസ് നമ്മൾ കഫിക്കാനയിൽ വന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലായിരുന്നു എൻ്റെ ഫ്രണ്ട് കാനഡയിൽ നിന്നാണ് ഗൈസ്, US എന്നല്ല. രണ്ടാണെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. അപ്പം പുള്ളിക്കാരിന്ന് ഞാൻ ചോദിച്ചു വ്ളോഗിൽ വരാൻ താല്പര്യം ഉണ്ടോ ഇല്ല എന്നുള്ളത്. അപ്പം കുഴപ്പമില്ലാന്ന് തന്നെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണിക്കുകയാണ്. മറ്റേത് ഞാൻ നിർബന്ധിച്ച് ആരെയും ഞാൻ കാണിക്കാറില്ല. അത് എൻ്റെ ഒരു സ്റ്റൈലല്ല. അപ്പം ഇതാണ് ആള്. ഓ എനിക്ക് വയ്യ. US നമ്മുടെ സംസാരിക്കാൻ പറ്റാത്ത സംസാര പ്രിയയാണ് അവൾ. അത്യാവശ്യം നല്ലൊരു സംസാരിക്കും കേസ്. ചുമ്മയാണ് കേട്ടാ. ഞാൻ മറ്റേ ഈ മൈക്കിൽ ക്യാമറ കാണിച്ചപ്പോ ഒന്ന് പരിങ്ങിയിരിക്കുന്നതാണെന്നേ ഉള്ളൂ. അങ്ങനെ കാനഡയിൽ നിന്ന് വന്നിരിക്കുകയാണ്. നാളെ പോവുകയാണല്ലേ നമ്മൾ. ലാസ്റ്റ് മിനിറ്റ് ഞാൻ അറിഞ്ഞില്ല കേട്ടാ വന്നത്. കല്യാണത്തിനാണോ വന്ന? ആരുടെ കല്യാണം? കസിന്റെ കല്യാണത്തിന് വന്ന നമ്മൾ അജു എന്ന് വിളിക്കും. അപ്പം പുള്ളിക്കാരി അങ്ങനെ നമ്മുടെ വ്ളോഗിൽ ഫേമസ് ആവും. പിന്നെ ഇത് ചെറിയ വ്ളോഗാണ്. ഇതിൽ അങ്ങനെ വലിയ ലക്ഷക്കണക്കിന് ആൾക്കാർ. അപ്പം ബേസിക്കലി നമ്മുടെ ബ്ലോഗിൽ വരുന്ന ആദ്യത്തെ അമേരിക്കക്കാരി US എന്നുള്ള ആദ്യത്തെ ഗസ്റ്റ് ആണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് അടിക്കാൻ വന്നിരിക്കുകയാണ്. ഞാനും ആദ്യമായിട്ടാണ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമിലൊക്കെ സത്യം പറഞ്ഞ ഒരു സ്ഥലം കാണുന്നത്. പുള്ളിക്കാരി രാവിലെ ബിസി ആണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ രാവിലെ എണീച്ച് വന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ ഉറക്കമൊന്ന് ശരിയാക്കി വരെയാണ്. നോർമലി ഞാൻ ഒരു 3 മണി 4 മണിക്കൊക്കെയാണ് ഞാൻ ഉറങ്ങുന്നത്. ചിലരെ കാണാൻ വേണ്ടി രാവിലെ അല്ല. ഞാൻ സത്യം പറഞ്ഞാൽ എന്റെ ഉറക്കം ശരിയായി വരെയാണ്. ഇപ്പൊ ഞാൻ രാവിലെ എണീക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ഇനിയിപ്പോ ആൾക്കാരെ കാണാൻ പറ്റും, ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാം. മറ്റേ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് 2 മണിക്കാണ് കഴിച്ചത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. സോ ലെറ്റ്സ് സീ. നമ്മൾ എന്തെങ്കിലും ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് മെനു നോക്കിയിട്ട് എന്തെങ്കിലും കഴിക്കട്ടെ. വരാം. ഞാൻ എടുത്തു തുടങ്ങിയില്ലല്ലോ. ഫുൾ എക്സ്പ്രഷൻ വാരിക്കോരി ഇടുകയാണല്ലോ. അങ്ങനെ ഗൈസ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഒരു പുള്ളിക്കാരി എന്തോ ജപ്പാനിൽ നിന്ന് മാച്ചയൊക്കെ കുടിച്ചിട്ടുള്ളവർ. പുള്ളിക്കാരി ജപ്പാനിൽ നിന്ന് മാച്ചയൊക്കെ കുടിച്ചിട്ടുണ്ട്. ഇവിടുത്തെ മാച്ച് അത്രയും കൊള്ളാവോ എന്നറിയാൻ വേണ്ടി എനിക്കറിയാം. ഞാനൊരു കോക്കനട്ട് വാട്ടർ കോഫി ക്രീം അതെന്റെ ഫേവറേറ്റ് ആയി വന്നിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഫുഡ് അടിക്കാൻ നോക്കിയപ്പോൾ ഒരു ഓംലെറ്റ് ഡി പാരിസ്. എന്താണ് പാരിസ് എന്ന് എഴുതിയത് എനിക്ക് മനസ്സിലായില്ല. അതിൽ എനിക്ക് തോന്നുന്നത് ചെഡാർ ചീസ് ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. വേറെ ഒന്നും പാരിസിന്റെ ആയിട്ട് ഞാൻ കാണും. ഞാൻ പിന്നെ ഒരു തട്ടുകട ഓംലെറ്റ് പറഞ്ഞിട്ടുണ്ട്. ഫ്രം കഫിക്കാന. നമ്മൾ കൊണ്ട് ഇത്രയൊക്കെ വരുള്ളൂ. ഇവരിവിടെ ആദ്യമായിട്ട് തട്ടുകട ഓംലെറ്റ് ഉണ്ടാക്കണം എനിക്ക് വേണ്ടി. അതായത് ഫ്രഞ്ച് ഓംലെറ്റിൽ കുറച്ചും ഉള്ളി മുളകൊക്കെ ഇട്ടിട്ട് സോർഡോ ബ്രെഡുമായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. ഒരു വെറൈറ്റി ഇല്ലേ. നമുക്ക് പരിചയമുള്ള സ്ഥലങ്ങളിലല്ലേ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ അതാണ് ഇന്നത്തെ പ്ലാൻ. ലെറ്റ്സ് സീ കൊള്ളാവോ ഇല്ല എന്നുള്ളത്. തട്ടുകട ഓംലെറ്റ് ഉണ്ടാക്കാൻ അറിയാവുന്ന തൊട്ട് ആദ്യം കഫിക്കാനയിലുള്ളവർക്ക്. എന്നിട്ട് ഞാൻ തീരുമാനിക്കും. അതെ, നമ്മൾ ഫുഡ് വരട്ടെ ഗൈസ്, കാണിച്ചു തരാം. അതുവരെ ചിറ്റ് ചാറ്റ്, അമേരിക്കൻ വിശേഷങ്ങൾ, കനേഡിയൻ വിശേഷങ്ങൾ ആൻഡ് നാട്ടിലെ വിശേഷങ്ങൾ നമ്മൾ ഗോസിപ്പ് പഠിക്കുകയാണ്. നമ്മൾ കട്ട ഗോസിപ്പ് കോളമാണ് അവിടെ. അങ്ങനെ ഗൈസ് നമ്മുടെ ഇതെന്താ മറ്റേ പാരിസ് അല്ലേ, പാരിസ് ഓംലെറ്റ് വന്നിരിക്കുകയാണ്. നമ്മുടെ നാടൻ തട്ടുകട ഓംലെറ്റ്. ഫസ്റ്റ് ടൈം ഇൻ കൊച്ചി. ഇത് കഴിച്ചിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. തട്ടുകട ഓംലെറ്റ് ആണോ പാരിസ് ഓംലെറ്റ് ആണോ ബെസ്റ്റ് എന്നുള്ള സംഭവത്തിന്റെ ഇന്നറിയാം നമുക്ക്. യെസ് ഗൈസ്. ഒപ്പം കുരുമുളക് തട്ടിയിട്ടുണ്ട്. അജിഷയുടെ ഫുഡ് എങ്ങനെ ഉണ്ടോ നോക്കാം. നിന്റെ ഫ്രഞ്ച് ഓംലെറ്റിന്റെ അകത്ത് എന്താ? ക്രീം എന്നൊക്കെ പറഞ്ഞത് നമുക്ക് അവിടെ പോയിട്ട് സംതിങ് കാര്യമായിട്ട് എന്തൊക്കെയുണ്ട് ഗൈസ്. Really good. Sun-dried tomato ഒക്കെയാണോ അല്ലേ അത്? Yes. And mushroom. സീനാണല്ലോ. നല്ലതാട്ടോ, റിയലി ഗുഡ്. ഒരു ഹാഷ് ബ്രൗൺ അടിപൊളിയാ. ആണോ? നൈസാണ്. ട്രൈ ചെയ്ത് നോക്കിയോളൂ.
അപ്പൊ ബ്രേക്ക്ഫാസ്റ്റിന് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ആയില്ലേ? ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇങ്ങനെ ഷെയർ ഉണ്ടെന്ന്. എനിക്ക് ഷെയർ ഉള്ളതിൻ്റെ അത് വിട്ടിട്ട് നീ പറ, ടേസ്റ്റ് എങ്ങനെയുണ്ട് കൊച്ചിയിൽ കഴിക്കുന്ന സൈഡിൽ കൂടെ പ്രമോ ക്യാപിക്കാനൊക്കെ. നമ്മള് പിള്ളേരാണ്, കഫിക്കാനെന്നുള്ള നമ്മള് പിള്ളേരുടെ കടയാണ്. എല്ലാരും എനിക്ക് അറിയാം അവിടെ. എനിക്ക് തോന്നുന്നു നൈസ് അല്ലേ? ട്രസ്റ്റ് മീ, ഞാൻ കാനഡയിൽ നിന്ന് കഴിച്ചത് പോലത്തെ തന്നെ. കാനഡയിൽ ഇതുപോലെയാണോ? കാനഡയിൽ ഡിഫറെന്റ്, പല സ്ഥലത്തും പലതാണ്. പൊട്ടാറ്റോ ഒക്കെ ഡിഫറെന്റ് ആയിരിക്കുമല്ലോ അവിടുത്തെ. നല്ല പക്ഷെ അവിടെ ടിം ഹോട്ടൻസ് പറഞ്ഞ മെയിൻ കിട്ടുന്നത് പോരാ. അല്ലാതെയുള്ള അത് വേസ്റ്റ് ആണ്. പക്ഷെ അല്ലാതെയുള്ള ഡെന്നസ് എന്നൊക്കെ പറഞ്ഞ ബ്രേക്ക്ഫാസ്റ്റ് പ്ലേസിൽ കിട്ടുന്നത് വെച്ച് നോക്കുമ്പോ സെയിം ഐ വുഡ് സേ, നോട്ട് ഗ്രേറ്റ് ബട്ട് ഹിയർ. എന്നാ നീ നമ്മുടെ നാട്ടിന്റെ വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ അല്ലേ? സൂപ്പറാ. നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്ത് തന്നെ എല്ലാം സൂപ്പർ ആട്ടോ. അതാണ് ഞാൻ പറഞ്ഞ ഗൈസ്, ഐ ആം ടെല്ലിങ് യു, റിയലി ഗുഡ്. ഐ ടോൾഡ് യു റൈറ്റ്. എല്ലാവരും വിചാരിക്കും ഞാൻ ഇവിടെ എൻ്റെ ഫേവറേറ്റ് സ്ഥലമായിട്ട് പറയണതാണ്. ഇവിടെ വന്ന് കഴിക്കുന്നവരാരും കുറ്റം പറയാറില്ല. ശരിയാ. യാസർ ദുബായിൽ നിന്ന് സത്യം പറഞ്ഞാൽ ഒരു ബർഗർ ഷോപ്പുള്ള ഒരുത്തൻ നാട്ടിൽ വന്നിട്ട് അവൻ ഇവിടെ നിന്ന് ഇറങ്ങൂല. അവനെന്ന് ഞാൻ നിർബന്ധിച്ചുകൊണ്ടൊന്നുമല്ല, ഇവിടെ വന്ന് കോഫി കുടിച്ചതോടുകൂടി അവൻ ഫാനായി. അവനൊക്കെ സത്യം പറഞ്ഞാൽ ദുബായിൽ ഒരു ഇതെല്ലാം ട്രൈ ചെയ്ത് നടക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവിടെ ഓരോ ദിവസം ഓരോന്നും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. വേറെ ലെവലാണ് അവിടുത്തെ ഓപ്ഷൻസ്. അപ്പൊ ഗൈസ്, ഞാൻ എന്റെ തട്ടുകട ഓംലെറ്റ് ഒന്ന് കഴിച്ചോട്ടെ. എനിക്ക് ക്യാമറ വുമണിന് കൊടുക്കാം. വെയിറ്റ്, ക്യാമറ വുമൺ ക്യാച്ച് ഇറ്റ്. 1x 2x ഒക്കെ വെച്ച് പക്കയായിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ. ട്രസ്റ്റ് മീ ഓൺ ദിസ്. ആകെ നമുക്ക് ആദ്യം തട്ടുകട ഓംലെറ്റിന്റെ ടേസ്റ്റ് മാത്രം നോക്കിയാൽ മതി. ഓ ഗൈസ്, ഉള്ളി, പച്ചമുളക് ഇൻസൈഡ്, ഉപ്പും കുരുമുളകും വേണം. ഇത് ഇട്ടില്ലെങ്കിൽ ശരിയാവില്ല. പക്ഷെ കൊള്ളാം ഗൈസ്. സാധാരണ നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഓംലെറ്റ് ഇല്ലേ, ഞാൻ മാത്രമായിരിക്കും വെളിയിൽ വന്നിട്ട് വീട്ടിലുണ്ടാക്കുന്ന അവരോട് ചോദിക്കുക എനിക്ക് എന്തിന്റെ കുഴപ്പമായിരുന്നു. എനിക്ക് അവളെ പാരീസ് ഓംലെറ്റ് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നു. ഇത് കൊള്ളാം ഗൈസ്. സാധാരണ നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന സെയിം ഓംലെറ്റ്, കുറച്ച് ഉപ്പും കുരുമുളകും കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ സെറ്റ്. എക്സ്ക്യൂസ് മീ, ഞങ്ങളുടെ ഓംലെറ്റ് കഴിച്ചോട്ടെ. can I get a cup of water please? Thank you. ആ സൂപ്പർ കേട്ടാ. ഉള്ളിലാ മറ്റേ ക്രീമി. ഞാൻ അവരുടെ ഫ്രഞ്ച് ഓംലെറ്റിന്റെ അകത്ത് ഇതിലാണ് പറഞ്ഞത്. ഇതേപോലെ ഫ്രഞ്ച് ഓംലെറ്റ് സ്റ്റൈലില് പക്ഷേ ഇവര് സാധാ ഓംലെറ്റ് ആക്കി കുഴപ്പമില്ല. ഓംലെറ്റ് എന്ന് പറഞ്ഞോ, മാത്രമേ കേട്ടുള്ളൂ. അടുത്ത പ്രാവശ്യം സെറ്റ് ആക്കാം, കുഴപ്പമില്ല. ദാറ്റ് ഈസ് നൈസ്, വെരി ഗുഡ്. അപ്പൊ ഗൈസ്, ഓംലെറ്റ് ഡി പാരീസ് കൊള്ളാം, ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെ ഹാഷ് ബ്രൗണും പൊളിയാ, നല്ല നല്ല ക്രഞ്ചിയാണ്. പക്ഷേ ഉണ്ടല്ലോ, എനിക്ക് സാലഡ്സ് ഇഷ്ടമേ അല്ല കേട്ടോ. എനിക്കും ഇഷ്ടമല്ല, അത് അവിടെ തന്നെ ഇരിക്കും. അതവിടെ തന്നെ ഇരിക്കും. ലൈക്ക് കാനഡയാണ് ഇതൊന്നുമില്ല, സാലഡ് ഞാൻ കഴിക്കില്ല. എന്റെ കോച്ച് ഇത് കണ്ട് എന്നെ കൊല്ലും. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഫൈബറൊക്കെ കഴിക്കണം, പ്രോട്ടീൻ മാത്രം കഴിച്ചാൽ ഞാൻ കഴിക്കും. മറ്റേ ഇങ്ങനത്തെ അല്ല, വെജി സോട്ടസ് ഞാൻ കഴിക്കും. അല്ലാതെ എനിക്ക് ലെറസ് ഉള്ളത് ഇഷ്ടമല്ല. എല്ലാവരും നമ്മളെ പോലെ തന്നെ കഴിച്ചു. ഇലയും സാധനങ്ങളൊന്നും ഇഷ്ടമല്ല. എനിക്ക് ഇല കണ്ടുകൂടാ. ഇല കണ്ടുകൂടാന്നൊക്കെ. യു എസിലുള്ള ഫുൾ പ്രോട്ടീൻ കഴിച്ചിട്ട് മീറ്റും സാധനങ്ങളൊക്കെ തിന്നുന്നവരാണ് യു എസ്. അല്ല, അവിടെ എല്ലാവർക്കും സാലഡ്സ് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ഇഷ്ടമല്ല. നല്ല സാലഡ് കിട്ടുമല്ലോ, നല്ല സാലഡ്സ് കിട്ടും. ബട്ട് സ്റ്റിൽ എനിക്ക് ലെറ്റസ് ഇഷ്ടമല്ല ആക്ച്വലി. ഞാൻ ഈവൻ എന്റെ ബർഗേഴ്സിനാണെങ്കിൽ ചിലപ്പോൾ ഞാൻ നോ ലെറ്റസ് പറയാറുള്ളൂ. റാപ്സിൽ മാത്രം എനിക്ക് ഇഷ്ടമല്ല. ബർഗറിൽ ടൊമാറ്റോ വെക്കുന്നതും ഇല വെക്കുന്നതൊക്കെ എനിക്ക് ഇഷ്ടമല്ല. പക്ക മീറ്റ് മാത്രമാണെങ്കിൽ എനിക്ക് അതെ, ഞാൻ പക്ക നോൺ വെജിറ്റേറിയൻ ആണ്. അതൊക്കെ അത്രേ ഉള്ളൂ ഗൈസ്, നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ശരി ഗൈസ്, നമ്മൾ നാടൻ തട്ടുകട ഓംലെറ്റ് കഴിച്ചിട്ട് വരാം. ബൈ. പറഞ്ഞോ ചേട്ടാ, ഞാൻ ഈ 10 ഫോളോവറിനെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് വിചാരിക്കും എന്നെ പറ്റി? ഗൈസ്, പുള്ളിക്കാരിക്ക് ഫോളോവേഴ്സ് ഒന്നും കൂടുന്ന ഇഷ്ടമല്ല എന്നാണ് പറഞ്ഞായിരുന്നു. ആരും ഫോളോ ചെയ്യണം. എന്നെ സോഷ്യൽ നീ മറ്റേ ഭയങ്കര മറ്റേ റീലൊക്കെ ഇടുന്നില്ലേ, മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട്, അത് ആൾക്കാർ കാണണം. പക്ഷെ എന്നെ ആരും തിരിച്ചറിയാൻ പാടില്ല. നല്ല പോളിസി കേട്ടാ. അതെ, ഇങ്ങനെ ഇതിപ്പോ നമ്മള് വ്ളോഗ് ഇടും, ഒരു മനുഷ്യൻ നമ്മളെ തിരിച്ചറിയാൻ പാടില്ല എന്നുള്ള അവസ്ഥയിലാണ്. സാധാരണക്കാരിയാണ്. സാധാരണക്കാരല്ലേ വന്ന് നമ്മൾ സംസാരിക്കുന്നത്. എനിക്ക് പേടിയാവുന്നു ചേട്ടാ. ചേട്ടനല്ലേ പറഞ്ഞ ഈ വ്ളോഗ് ആരും കാണില്ലാന്ന്. ഈ വ്ളോഗ് ആരും കാണരുത് എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. ഈ വ്ളോഗ് ബട്ട് സ്റ്റിൽ ഞാൻ ഒന്നും മിണ്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്തോരം സംസാരിച്ചു. എന്റെ അടുത്ത് പറഞ്ഞ ഒന്നും മിണ്ടൂല, ഒന്നും മിണ്ടില്ല എന്ന് പറഞ്ഞിട്ട് വന്ന ആളാണ്. അപ്പൊ പക്ഷെ നോക്കിയപ്പോ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരാളായി മാറിയിരിക്കുകയാണ്. അത് എന്റെ വ്ളോഗിന്റെ മാത്രം പ്രത്യേകതയാണ്. സംസാരിക്കില്ല എന്ന് പറയുന്നത്. സംസാരിച്ചോണ്ടിരിക്കുമ്പോ എനിക്ക് ക്യാമറ വരുമ്പോ ഇങ്ങനെ വെക്കാൻ പറ്റില്ലല്ലോ.
ആ ക്യാമറ നോക്കണ്ട, ക്യാമറ ശ്രദ്ധിക്കരുത്. നമ്മളെപ്പോഴും നമ്മള് നാച്ചുറൽ ആയിട്ട് സംസാരിച്ചോണ്ട് പോവുക. നീ ഭയങ്കര കോൺഷ്യസ് ആവുന്നുണ്ട്, അതാണ് നീ ക്യാമറ നോക്കുന്നത്. ഞാൻ ഇങ്ങനെ മാറി സനുവിന്റെ വ്ളോഗ് കണ്ടെന്ന് പറഞ്ഞാൽ തലറിഞ്ഞു കേട്ടോ. അങ്ങനെയൊന്നുമില്ല. പിന്നെ എന്റെ വ്ളോഗ് ചിന്ന വ്ളോഗ്, നമ്മുടെ സ്വീറ്റ് ആൻഡ് ഷോർട്ട് വ്ളോഗാണ് ഗൈസ്. നിങ്ങൾ എന്നോട് പറയണം ഇങ്ങനെ എത്ര ഫേമസ് ആണെന്ന്. ഐ ഡോണ്ട് നോ, ഐ ഹാവ് നോ ഐഡിയ. പറയണം ഈ കാനഡയിലുള്ളവരൊക്കെ വിചാരിച്ചിരിക്കുന്ന ഫേമസ് അല്ലാന്ന്. ഇപ്പൊ പറയണു നിന്നെ ചിലപ്പോ ആൾക്കാർ തിരിച്ചറിയുന്നത്. സോ ഇയാൾ ശരിക്കും ഫേമസ് ആണോ ഗൈസ്? എനിക്ക് ഇഷ്ടമല്ല ഗൈസ്. അതല്ല, എനിക്ക് ഗൈസ് എന്ന് പറയുന്നത് ഇഷ്ടമല്ല, പക്ഷെ ഓട്ടോമാറ്റിക്കലി അത് അറിയോ, ഞാൻ തന്നെ ഗൈസ് പറയുന്ന ആൾക്കാർക്ക് ഇഷ്ടമല്ല. ഞാൻ മാക്സിമം കുറച്ച് സോറി, ഞാൻ ഗൈസ് എന്ന് അറിയാണ്ട് പറഞ്ഞതാ. അത് കട്ട് ചെയ്യണേ, മ്യൂട്ട് ചെയ്ത് വീണ്ടും. നിങ്ങൾ അറിയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ വിചാരം ഞാൻ ഭയങ്കര ഫേമസ് എന്നാണ്. ഗൈസ് ഞാൻ ഫേമസ് ഒന്നും അല്ലാന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല. അതായത് നമ്മൾ ബ്ലോഗ് ഇട്ട് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാരൊന്നും കാണൂല, പേടിക്കണ്ട. കണ്ടു കഴിഞ്ഞാൽ നിന്റെ വിധി എന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെ വല്ലതും ഇത് റീച്ച് ആയ ഇതിന്റെ ഷോർട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടാ, ഇതിന്റെ ഷോർട്സ് നോക്കാം, നമുക്ക് ശ്രമിക്കാം ഇത് ഇടാനായിട്ട്. എന്തെങ്കിലും കണ്ടന്റ് കിട്ടുമോ നോക്കട്ടെ. മുട്ട തിന്നുന്ന കനേഡിയൻ പെൺകുട്ടി അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിടാം റീൽസ്. പക്ഷെ കൊള്ളാം ഗൈസ്, നൈസ്. അപ്പം നല്ല ഫുഡ് ഇസ് റിയലി ഗുഡ്. കനേഡിയൻ നിങ്ങൾ എല്ലാവരും വരണം. ഇവിടുത്തെ ഓണറിനൊന്ന് കണ്ടിട്ട് വേണം പോവാൻ. നെക്സ്റ്റ് ടൈം തൊട്ട് എനിക്ക് ഓഫ് വേണം. ഓണർ നോമ്പൊടിച്ചോണ്ടിരിക്കുകയാണ്, ഞാനിവിടെ തിന്നുകൊണ്ടിരിക്കുന്നത്. ഷിറ്റ്, അയ്യോ എല്ലാവരും ക്ഷമിക്കും. ഞാൻ പിന്നെ അധികം നോമ്പൊടിക്കാത്ത ഒരാളാണ്, അതുകൊണ്ടാണ്. ഫ്രണ്ട് പിടിക്കുക. മനസ്സ് നന്നായാൽ മതി. ഇത് മനസ്സ് നന്നായാൽ മതി ഗൈസ്, സത്യം. ക്രിസ്ത്യാനിയായിട്ടാണ് ഞാൻ ഇവിടെ നിന്നിട്ട് നോൺ വെജ് കഴിക്കണത്. ക്രിസ്ത്യാനിയായിട്ട് അവള് നോമ്പ്. എന്താ എനിക്ക് ഈ സമയത്ത് വെജിറ്റേറിയൻ കഴിക്കാവൂ? നമ്മളൊക്കെ കട്ട റിബലാണ് ഗൈസ്. അതുകൊണ്ടല്ല കേട്ടോ, നിങ്ങൾ എന്റെ കുടുംബത്തിൽ കേട്ടില്ലേ? അതുകൊണ്ടല്ല, ഞാൻ കാനഡയിൽ നിന്ന് 1 month വെക്കേഷൻ വന്നതാ. സോ അത് നമ്മള് വെജിറ്റേറിയൻ കഴിച്ച് കളയാൻ പറ്റുമോ? എന്റെ അമ്മയുടെ നല്ല മീൻകറിയെ കഴിക്കണ്ടേ, അതുകൊണ്ടാണ്. എല്ലാം കൊള്ളാം, നല്ലതാ. മാച്ച് ഇസ് റിയലി ഗുഡ്. പിന്നെ എന്താ ചെറിയൊരു ടേസ്റ്റ് കുറവാ. എനിക്ക് കുറച്ചുകൂടെ മിൽക്കിന്റെ ടേസ്റ്റ് ആയിട്ടേ, ബട്ട് നോട്ട് ബാഡ് കേട്ടോ. റിയലി ഗുഡ്. ഇതൊക്കെ ഒറിജിനൽ ഫീഡ്ബാക്ക് ആണ് കേട്ടോ, ഇതൊക്കെ എടുത്തോ. അല്ലേ? അപ്പൊ ഗൈസ് നമ്മളതൊന്ന് കഴിച്ചിട്ട് വരാം. ബൈ. അങ്ങനെ ഗൈസ് കാനഡയിൽ നിന്ന് വന്ന അജുവിൻ്റെ അടുത്ത് നമ്മൾ ബൈ പറയുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? നല്ല ഫുഡാട്ടോ. ഇഷ്ടപ്പെട്ടോ കഫിക്കാന? ചേട്ടന്റെ റെസ്റ്റോറന്റ് എന്റെ റെസ്റ്റോറന്റ് എന്നൊക്കെ എനിക്ക് വയ്യ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഷെയർ തരണം. സത്യം പറഞ്ഞാൽ ഷെയർ തരേണ്ടിയിരിക്കുന്നു. ആ ഓണർ ഇത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ്, പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫുഡ് നല്ലതായിട്ട് മാത്രമല്ല, അല്ലെങ്കിൽ ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല. നല്ല ഡ്രിങ്ക്സ് എനിക്ക് ഇഷ്ടമായി. നല്ല ആംബിയൻസ് അല്ലേ, അടിപൊളിയല്ലേ? കൊച്ചിയിലൊരു ഈ ടൈപ്പ് ഒരു കഫേ ആദ്യമായിട്ടായിരിക്കുമല്ലോ കാണുന്നത്. കുറച്ച് എസ്തെറ്റിക്കലി പ്ലീസിങ്. അതെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ ചുമ്മാ ആരെത്തും കൊണ്ടൊന്നും പറയില്ല. ഇതൊക്കെ അൺപെയ്ഡ് ഒപ്പീനിയൻ ആണ്. അപ്പം 1500 പ്രാവശ്യം രാവിലെ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഈ ടൈമിലൊക്കെ കഫിക്കാനെ കാണുന്നത്. അപ്പോൾ എനിവേസ് താങ്ക്സ് ടു അജു. നമ്മളിന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഇനി ഇവിടെ നിന്ന് ഞാൻ ജസ്റ്റ് ബൈ പറയുകയാണ്. അവളുടെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്, അപ്പം ഞാൻ വേറൊരു ഫ്രണ്ടിനെ കാണാൻ പോവുകയാണ് ഗൈസ്. അപ്പം ശരി, കാണാം. ഇനി വേറെ എന്തെങ്കിലും കൊണ്ടുവന്ന് എനിക്ക് അറിഞ്ഞൂടാ. വേണമെങ്കിൽ ബൈ പറഞ്ഞു. ടാറ്റാ. അപ്പം ശരി, സേഫ് ട്രിപ്പ്. കാനഡ എത്തിയിട്ട് കാണാം. ബൈ. അപ്പം ശരി ഗൈസ്, ബൈ. ഗൈസ് നമ്മൾ പന്തലിലെത്തിയിരിക്കുകയാണ്. മുഖം കാണിക്കാൻ താല്പര്യമില്ലാത്തൊരു ഫ്രണ്ടിൻ്റെ കൂടെയാണ് ഞാൻ ഇരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ മുഖം കാണിക്കുന്നില്ല. ബ്രീച്ച് ഓഫ് പ്രൈവസിക്ക് കേസ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞേക്കുന്നുണ്ട്. ഒന്നാമത് പുള്ളിക്കാരി വക്കീലാണ്, അതുകൊണ്ട് ഗൈസ് ഇതാണ് അവൾ തിന്നാൻ പോകുന്ന സാധനം, പ്രോൺസും ചോറും. പന്തൽ കഫേയിലാണ് ഗൈസ്, അത് അവളുടെ പൈനാപ്പിൾ ജ്യൂസ്. അപ്പോൾ ഗൈസ് അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം ഞാനൊരു കൊറിയൻ ചിക്കൻ ബുൾഗോഗി റൈസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം അത് വന്നിട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ അവളെ എനിക്കൊരു എന്തോന്നു ഒരു കാപ്പിപ്പൊടി കൊണ്ടുവന്നിട്ടുണ്ട്. എന്തോ ലോകത്തിലെ ഏറ്റവും കിടിലൻ കോഫി എന്ന് അവൾ അവകാശപ്പെടുന്നത്. എനിക്ക് അറിഞ്ഞൂടെ എന്താണ് സംഭവം എന്നുള്ളത്. എനിക്ക് വീട്ടിൽ പോയിട്ട് അത് കാപ്പി ഉണ്ടാക്കി കുടിച്ചാൽ മാത്രമേ എനിക്ക് മനസ്സിലാവുള്ളൂ. എന്നാൽ ഞാൻ കാപ്പിപ്പൊടി കാണിച്ചു തരാം. ദാറ്റ് ഇസ് ദ ഗിഫ്റ്റ്. ഞാൻ പറഞ്ഞു കാപ്പി കാണിച്ച് ആളെ കാണിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ജാടയാണ് കേസ്. എനിക്ക് അറിഞ്ഞൂടെ എന്താണ് ഇത്രയ്ക്ക് പ്രശ്നം. വ്ളോഗ് കാണും, പക്ഷേ വ്ളോഗിൽ വരാൻ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ ആൾക്കാരുടെ പ്രൈവസി മാനിക്കുന്നത് കൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ എന്താ പറയാമല്ലോ, നമ്മളവരെ സ്ട്രാറ്റജിക്കലി കാണിക്കുന്ന പരിപാടി ചെയ്യുന്നില്ല. അപ്പം എന്തായാലും എൻ്റെ ഫുഡ് വരട്ടെ ഗൈസ്. ഞാൻ ഒരു വാട്ടർമെലൺ ജ്യൂസും കണ്ടുണ്ട്. അപ്പോൾ ഇതും കഴിച്ചുകൊണ്ട് നല്ല ചൂട് കേട്ടോ. ഇവിടെ ഓപ്പൺ എയർ സ്പേസ് ആക്കി പന്തൽ കഫേ. അതുകൊണ്ട് മാത്രമല്ല ഇത് മൊത്തം ഫോറിൻ രാജ്യത്തിൽ വന്നേക്കുന്ന പോലെയാണ്. കംപ്ലീറ്റ് ഫോറിനേഴ്സ് ബിനാലെ ആയതുകൊണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ല, നമ്മളൊരു അമേരിക്കയിലേക്ക് ഇരിക്കുന്ന ഒരു പ്രതീതി. അതുകൊണ്ട് നൈസ്. ഞാൻ ബിനാലെ കാണണമെന്ന് വിചാരിച്ചു, ഇനി ടൈമില്ല. അപ്പം ജസ്റ്റ് ഒന്ന് വന്ന് പുള്ളിക്കാരിയെ കണ്ടിട്ട് യാത്ര അയച്ചിട്ട് വീട്ടിൽ പോകാം. ഇന്ന് കാർത്തി വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ കോമിക് കോണിന് അവനോട് പോയാലോ എന്ന് ആലോചിക്കുകയാണ്. അതില്ലെങ്കിൽ ചിലപ്പോൾ നാളത്തെ എൻ്റെ കോമിക് കോൺ വ്ളോഗ് ഡിഫറെൻ്റ് ആയിട്ട് വരും.
ഇല്ലെങ്കിൽ എൻ്റെ ഇന്ന് ഞാൻ നോക്കട്ടെ, സമയമുണ്ടെങ്കിൽ ഒന്ന് അവിടെയും കൂടെ പോവാം എന്നുള്ളൊരു പ്ലാനിലാണ് ഗൈസ്. ലെറ്റ്സ് സീ. അപ്പോൾ എന്തായാലും വരാം, എൻ്റെ ഫുഡ് വരാം ബൈ ഗൈസ്. അങ്ങനെ എൻ്റെ റൈസ് ബോൾ വന്നിരിക്കുകയാണ്. കൊറിയൻ ബുൾഗോഗി റൈസ് ബോൾ. മുട്ടയും ചിക്കനും മറ്റേ ക്യാബേജാണ്, അല്ല കുക്കുംബർ, കിംചി. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ. ഓക്കെ ഗൈസ്, ഇതാണ് സാധനം. എന്നിട്ട് കൊറിയൻ ചിക്കനാണെന്നോ. എനിക്ക് ആദ്യം ചോറും അതിൻ്റെ ഗ്രേവി ആയിട്ട് കഴിച്ചു. ഓ കൊള്ളാം, സൂപ്പർ ഏട്ടാ. ദിസ് ഈസ് നൈസ്, നല്ല ടേസ്റ്റ്. എന്ത് കൊള്ളാം ഏട്ടാ, സൂപ്പർ സാധനം. ഈ സാധനം കൊള്ളാം ഗൈസ്, വന്ന് ട്രൈ ചെയ്യുക. കൊറിയൻ ബുൾഗോഗി, നൈസ് സാധനം. അത്യാവശ്യം എരിയും സംഭവങ്ങളെല്ലാം ഉണ്ട്. കിഞ്ചിയിലതും കൊള്ളാം, ഭയങ്കര ഫെർമെൻറ്റഡ് ടേസ്റ്റ്, നൈസ്, ഐ ലൈക്ക് ഇറ്റ്. കോൺ ഫ്രൈഡ് റൈസ് ആണോ? സ്വീറ്റ് കോൺ ഉണ്ട് ഫ്രൈഡ് റൈസിൽ, കൊള്ളാം, നൈസ്. അങ്ങനെ ഉണ്ട്, കൊള്ളാം ഗൈസ്. ഇത് നമ്മുടെ നാടൻ കൊഞ്ച് എന്തോ ഐറ്റമാണ്. നമ്മൾ പേടിച്ചൊക്കെ മാറിയിരിക്കും. ഓ വെയിറ്റ്, ഇതെന്തോ കൊഞ്ചും സംഭവം. സാധനം കൊള്ളാം, പക്ഷെ ഭയങ്കര മൈൽഡ് ഫ്ലേവറാണ്. എനിക്കൊന്ന് എന്തോ തേങ്ങാപ്പാലും എന്തൊക്കെയുണ്ട്, എൻ്റെ എരിയൊന്നും ഇല്ല, പക്ഷേ പരിപ്പും കൊഞ്ചും കൂടെ മിക്സ് ചെയ്ത പോലത്തെ ഒരു ഫീൽ. പപ്പടവും ചോറും എല്ലാം ഉണ്ട്, കുഴപ്പമില്ല കേസ്. എനിക്കിതാണ് ഇഷ്ടപ്പെട്ട, കൊള്ളാം. ഇതൊന്നും ടേസ്റ്റ് ചെയ്തോ കേട്ടോ, ട്രൈ ചെയ്തോ. ഓക്കെ കേസ്, എന്തായാലും കഴിച്ചിട്ട് വരാം. നല്ല ടേസ്റ്റ്, കൊറിയൻ സാധനം അടിപൊളി. വരാം, ബൈ. അങ്ങനെ ഗൈസ്, നമ്മൾ ഫുഡൊക്കെ അടിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. അത്യാവശ്യം നല്ല കുറേ ആർട്ട് വർക്ക് ഇവിടെയുണ്ട് ഡേവിഡ് ഹാളിൽ. അപ്പം കാണാൻ താല്പര്യമുള്ളവർ ഇനി ഒരു മാസം കൂടെ ഉണ്ട് പിന്നാലെ. സോ വന്ന് കാണുക ഗൈസ്. ഞാനും കണ്ടിട്ടില്ല, ഞാൻ ഇനി ഒരു 2-3 ദിവസം ഇതിന് വേണ്ടി അങ്ങ് സ്പെൻഡ് ചെയ്യാന്നുള്ള പ്ലാനിലിരിക്കും. സോ ലെറ്റ്സ് സീ. അപ്പോൾ എന്തായാലും ഗൈസ് വീട്ടിൽ പോവുകയാണ്. ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ, ഇല്ലെങ്കിൽ ഞാൻ വീട്ടിൽ എത്തിയിട്ട് വൈൻഡപ്പ് ചെയ്യാം. ബൈ. ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ സെറനോയിൽ വന്നിരിക്കുകയാണ്. ഞാൻ ഇവിടുത്തെ ഹോട്ട് ചോക്ലേറ്റും അവളിവിടെ ഒരു കോൾഡ് കോഫിയും പറഞ്ഞിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ വീട്ടിൽ പോകുന്ന പരിപാടിയാണ് ഗൈസ്. സോ കൊള്ളാം, നല്ല മധുരം, കുറച്ച് അത്യാവശ്യം സ്ട്രോങ്ങാണ്. നല്ല ചോക്ലേറ്റാണ് അവർ യൂസ് ചെയ്യുന്നത്. വെറൈറ്റി ടേസ്റ്റ് ഇല്ലല്ല, തണുപ്പും ചൂടും എല്ലാം കൂടെ പഠിക്കാൻ. അപ്പോൾ ശരി ഗൈസ്, ഞാൻ അത് കുടിച്ചിട്ട് വരാം. ബൈ ഗൈസ്. ഇതാണ് കൊച്ചിയിൽ പുതുതായിട്ട് വരാൻ പോകുന്ന ജാപ്പനീസ് റെസ്റ്റോറൻറ്റ്. ഇതിൻ്റെ പേരാണ് ഓജി റാമൻ. നമ്മളെ ക്രോഫ്റ്റ്, നമ്മളെ സെറനോയുടെ ഓപ്പോസിറ്റ്. അതിൻ്റെ അകത്ത് മുമ്പ് മറ്റേ ബൈ 8 ഉണ്ടായിരുന്ന സെയിം സ്പോട്ട് അവർ റെസ്റ്റോറൻ്റ് ആക്കി മാറ്റിയാണ് ഗൈസ്. അപ്പോൾ എൻ്റെ ഫ്രണ്ടാണ് അതിൻ്റെ ഫ്രാഞ്ചൈസ് എടുത്തേക്കുന്നതെന്ന് തോന്നുന്നു. സോ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ ജാപ്പനീസ് റെസ്റ്റോറൻറ്റ് ഇവിടെ വരുന്നുണ്ടെന്നുള്ളത്. സോ ഇത് ഓപ്പണിങ് എന്നാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വന്ന് ട്രൈ ചെയ്ത് നോക്കണം. സോ ദാറ്റ്സ് ദ പ്ലാൻ. അപ്പോൾ എന്തായാലും ക്രോഫ്റ്റിലാണ് തുടങ്ങുന്നത്. നല്ല അടിപൊളി സ്ഥലമാണ്. വൈബ് സ്ഥലങ്ങളുടെ ഇടയിൽ കൂടി ഒരു ജാപ്പനീസ് റെസ്റ്റോറൻറ്റും കൂടെ വന്നിട്ടുണ്ട്. എല്ലാവരും വന്ന് ചെക്കൗട്ട് ചെയ്യുക ഗൈസ്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയാണ്. ഇന്നത്തേക്കുള്ളത് ആയെന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, നോക്കട്ടെ ഗൈസ്. ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. നല്ലപോലെ ഫുഡൊക്കെ അടിച്ചു. സോ ഇനി ബാക്കി നാളെ ഗൈസ്. നാളെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ നാളെ മിക്കവാറും കോമിക്കോണിന് പോകാനുള്ള പരിപാടിയുണ്ട്. മിക്കവാറും ഇനി കോമിക്കോൺ ബ്ലോഗ് ആയിരിക്കും ഇത് കഴിഞ്ഞിട്ട്. അപ്പോൾ ശരി ഗൈസ്, ലവ് യു ഗൈസ്, ടാറ്റാ, ബൈ.